ഓക്കെ, എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ്. ഞാനിന്ന് തുടങ്ങുന്നത് വളരെ എന്നെ നന്നായിട്ട് ആകർഷിച്ച ബൈബിളിലെ ചില ഭാഗങ്ങളാണ്. അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അത് വായിച്ച് കേൾപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് എന്തു ചെയ്യാം, ഇതിൻ്റെ കൂടെ പിന്തുടരാം, ഇതിനെ ഫോളോ ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാക്കുന്ന, നമ്മുടെ തലച്ചോറിനെ നന്നായിട്ട് ചിന്തിപ്പിക്കുന്ന ബൈബിളിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് മുതൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഭാഗങ്ങളാണ്. അതൊക്കെ നമ്മൾ സ്വന്തം നിലയിൽ നമ്മൾ ചിന്തിക്കുക. അതൊക്കെയാണ് എനിക്ക് രാവിലെ നിങ്ങളുമോട് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, ഇതുവരെ ഞാൻ ഈ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് തുടങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിനകത്ത് ബൈബിളിലെ സുഭാഷിതങ്ങളെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം. ഇത് 30 അധ്യായമുണ്ട്, 30 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിന് തുടക്കം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മുമ്പോട്ട് നമുക്ക് ഇതിനകത്ത് 1072 പുസ്തകങ്ങളുണ്ട്. ഇത് POC ബൈബിളാണ് ഉപയോഗിക്കുന്നത്. POC ബൈബിളിലെ സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗങ്ങളാണ്. ഇതിന് ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ആമുഖവും ഞാനിത് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനും ജീവിതത്തിൻ്റെയും വിവിധ തലങ്ങളിൽ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിനും സഹായകരമായ സൂക്തങ്ങളുടെ സമാഹാരമാണ് സുഭാഷിതങ്ങൾ. ദാവീദിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ എന്ന വാക്കുകൾ കൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഇതിലെ ചില ശേഖരങ്ങൾ 10, 22, 25, 29 സോളമൻ്റെ കാലത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. യുവാക്കളെയും അനുഭവജ്ഞാനം കുറഞ്ഞവരെയും പ്രത്യേകം മുൻപിൽ കണ്ടുകൊണ്ടാണ് താനിത് എഴുതുന്നതെന്ന് ഗ്രന്ഥകാരൻ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ എപ്രകാരം വർത്തിക്കണമെന്ന് ഇസ്രായേലിലെ ഗുരുഭൂതന്മാർക്കുള്ള വീക്ഷണം വ്യക്തമായി കാണാം. മതതലത്തിൽ മാത്രമല്ല, സമൂഹത്തിലും കുടുംബത്തിലും സമചിത്തതയോടെ വർത്തിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നു. എളിമ, ക്ഷമ, ദരിദ്രരോടുള്ള ബഹുമാനം, സ്നേഹിതർ തമ്മിൽ വിശ്വസ്തത, ഭാര്യ-ഭർത്തൃബന്ധം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു. വിജ്ഞാനം, പോഷണം തമ്മിലുള്ള അന്തരം പ്രത്യേകം എടുത്തു കാണിക്കുന്നു. ഹ്രസ്വവും ഹൃദയത്തിൽ തുളച്ചു കയറുന്നതുമായ ജ്ഞാനോക്തികൾ എളുപ്പത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. BC 2-ാം നൂറ്റാണ്ടിലായിരിക്കണം ഗ്രന്ഥത്തിന് അവസാന രൂപം നൽകിയത്. ആശയങ്ങൾക്കനുസരിച്ച് പ്രത്യേക ക്രമീകരണമൊന്നും കൂടാതെ ജ്ഞാനസൂക്തികൾ ഒന്നിച്ച് ചേർത്തിരിക്കുന്നു. എങ്കിലും താഴെ കാണും വിധം ഗ്രന്ഥത്തെ വിഭജിക്കാറുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്: 1
1 മുതൽ 19, 18 ജ്ഞാനകീർത്തനം, 10, 1, 29, 27 സോളമൻ്റെ സുഭാഷിതങ്ങൾ, 30, 1, 38 ആഗൂറിൻ്റെ വാക്കുകൾ, 31, 1, 31 വിവിധ സൂക്തങ്ങൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആമുഖം വരുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ സുഭാഷിതം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പുസ്തകത്തിൻ്റെ ഉദ്ദേശം ദാവീദിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ. മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം, ധർമ്മം, നീതി, ന്യായം എന്നിവ ശീലിക്കാനും, സരളഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനശക്തിയും പ്രദാനം ചെയ്യാനും, വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും, ധാരണശക്തിയുള്ളവൻ പഴമൊഴി, അലങ്കാരപ്രയോഗം, ജ്ഞാനികളുടെ സൂക്തങ്ങൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടുമത്രേ ഇവ. ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു. മകനെ, നിൻ്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക. മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. അവ നിൻ്റെ ശരീരത്തിന് വിശിഷ്ട ആഹാരവും കഴുത്തിന് പതക്കങ്ങളുമത്രേ. മകനെ, പാപികളുടെ പ്രലോഭനത്തിൽ വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, വരിക, പതിയിരുന്ന് കൊല ചെയ്യാം, നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം. അവരെ പാതാളമെന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം. അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും. വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും. കൊള്ള മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം. ഞങ്ങളോട് പങ്കുചേരുക, നമുക്കൊരു പണസഞ്ചി മാത്രം. മകനെ, നീ അവരുടെ വഴിയെ പോകരുത്. അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു. ചോര ചീന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു. പക്ഷി കാണുകെ അതിനെ വലവയ്ക്കുന്നത് നിഷ്ഫലമാണല്ലോ. ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ്. സ്വന്തം ജീവന് തന്നെ അവർ കെണിവയ്ക്കുന്നു. അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്. അത് അവരുടെ തന്നെ ജീവന് അപഹരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ആഹ്വാനം. ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു. ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു. കോട്ടമുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു. നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു. ഭോഷരെ, നിങ്ങൾ എത്ര നാൾ ഭോഷരായി കഴിയും? എത്ര നാൾ പരിഹാസകൻ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢൻ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും? എൻ്റെ ശാസന ശ്രദ്ധിക്കുക. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു. ഞാൻ കൈനീട്ടിയിട്ടും ആരും ഗവനിച്ചില്ല. നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റുപോലെ പ്രഹരിക്കുമ്പോൾ, അത്യാഹിതം ചുഴലിക്കാറ്റുപോലെ വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. എന്നെ വിട്ടകലുന്നത് മൂലം
ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു. ഭോഷന്മാരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവർ തിന്മ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി നമുക്ക് നാളെ അടുത്ത ഭാഗം കേൾക്കാം. താല്പര്യമുള്ളവർ കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.